മായ രാഹുൽ പാലാ നഗരസഭാ ചെയർപേഴ്സൺ. LDFും കോൺഗ്രസ് വിമതരും മായയ്ക്ക് വോട്ട് ചെയ്തു. മായയ്ക്ക് ലഭിച്ചത് 16 വോട്ടാണ്. 12 LDF കൗൺസിലർമാരുടെയും 3 കോൺഗ്രസ് വിമതരുടെയും സ്വന്തം വോട്ടും നേടിയാണ് മായ ചെയർപേഴ്സണായത്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ജോസഫ് ചേരുകയാണ്. അതിനു മുമ്പ് മായ രാഹുലിന്റെ വാക്കുകൾ കേൾക്കാം. പാലാ മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട മായ രാഹുൽ എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം. എല്ലാവരും സഹകരിച്ച് തന്നെ പാലയെ അതിൻ്റെ ഒരു പഴയ പ്രൗഢിയിലോട്ട് തന്നെ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം. മാറി നിന്നു എന്നുള്ളതേ ഉള്ളൂ, എങ്കിലും മാനസികമായിട്ട് നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ടേമിൻ്റെ കാര്യമൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇപ്പം തൽക്കാലം ഞാൻ എലക്റ്റഡ് ആയി എന്നുള്ളതിനപ്പുറം വേറെ ഒന്നും ആയിട്ടില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ അന്ന് കോൺഗ്രസിന് മുമ്പിൽ ചെയർപേഴ്സൺ സ്ഥാനത്തിന്റെ അർഹത പറഞ്ഞിരുന്നു. ഇപ്പോഴാണ് അർഹതപ്പെട്ട സ്ഥാനത്തെന്നതാണ്. അല്ല, അർഹത എന്ന് പറഞ്ഞാൽ അന്ന് 13 ആയപ്പം ഞാനായിരുന്നു ഒരു ഡിറ്റർമിനിങ് ഫാക്ടർ. അതുകൊണ്ട് അങ്ങനെ ഒരു അർഹത ചോദിച്ചു എന്നുള്ളത് സത്യമാണ്. തുടർന്ന് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരെയും ഒത്തൊരുമയോട് കൂടി തന്നെ പോകണം എന്നാണ് ആഗ്രഹം. പ്രശാന്തിലേക്ക് പോവുകയാണ്. പ്രശാന്ത്, അങ്ങനെ മായ രാഹുൽ പാലാ നഗരസഭാ ചെയർപേഴ്സൺ കസേരയിൽ ഇരിക്കുകയാണ്. തീർച്ചയായും ഇത് നമ്മൾ മുന്നേ തന്നെ പ്രതീക്ഷിച്ചതാണ്. മായ രാഹുൽ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. അട്ടിമറികളൊന്നും അവസാന മണിക്കൂറിൽ ഉണ്ടായില്ല എന്നത് കേരള കോൺഗ്രസ് എമ്മിനെയും ഇടതുപക്ഷത്തെയും സംബന്ധിച്ച് ഒരു ആശ്വാസമായി തന്നെ മാറിയിരിക്കുന്നു. 16 വോട്ടുകളുമായാണ് മായ രാഹുൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. അതേസമയം UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസിലെ പ്രിയ ബിനോയ് ചിറയൻകുഴിക്ക് ലഭിച്ചത് 10 വോട്ടുകൾ മാത്രമാണ്. 9 UDFിൻ്റെ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതേസമയം വിമതപക്ഷത്തു നിന്നും ഒരാൾ കൂടി എത്തിയത് കൊണ്ടാണ് അത് 9 എന്നുള്ളത് 10 വോട്ടായി മാറിയത്. ഏതായാലും ഈ ഒരു കാലയളവിൽ, ഇനി മുന്നോട്ടുള്ള കാലയളവിൽ പ്രത്യേകിച്ച് ടൈം വ്യവസ്ഥയൊന്നും നിലവിൽ ഉണ്ടാക്കിയിട്ടില്ല. അത്തരം കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കുമെന്നുള്ളതാണ് നിലവിലെ ഇപ്പോൾ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മായ രാഹുൽ വ്യക്തമാക്കിയത്. ഇത് പാലായുടെ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പാലായെ പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഒരു ശ്രമമായിരുന്നു. അതിൽ വിജയിച്ചിരിക്കുന്നു. ഇനി പഴയ പാലായെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് മായ രാഹുൽ പറഞ്ഞു. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പാർലമെന്ററി പാർട്ടി ലീഡറും അതായത് പ്രതിപക്ഷ നേതാവുമായ വിജു പാലുപടവൻ പറഞ്ഞത്, ഇനി നഗരവികസന മുന്നണി എന്ന രീതിയിലാവും പുതിയ മുന്നണി പ്രവർത്തിക്കുക. അത് ഇടതുപക്ഷമെന്നല്ല, വിമതരും കൂടി ചേർന്ന് അത് നഗരവികസന മുന്നണിയായി മാറുകയാണ്. അപ്പോൾ പാലായുടെ വികസനത്തിന് വേണ്ട കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കും. പ്രത്യേകിച്ച് എന്തെങ്കിലും ടൈം വ്യവസ്ഥ ഈ ചെയർപേഴ്സൺ സ്ഥാനം സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇപ്പോൾ ഒഴിവ് വന്നിരിക്കുന്ന വൈസ് ചെയർപേഴ്സൺ സ്ഥാനം സംബന്ധിച്ചോ ടൈം വ്യവസ്ഥയൊന്നും കൊണ്ടുവന്നിട്ടില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി എല്ലാവരെയും തുല്യരായി കണ്ടുകൊണ്ട് ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നതിനാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഭരണത്തിലേക്ക് നേരിട്ട് കടന്നു കയറാൻ കേരള കോൺഗ്രസ് എമ്മോ ഇടതുപക്ഷമോ ശ്രമിക്കുന്നില്ല. ഈ വിമതരെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. അതേസമയം തന്നെ കോൺഗ്രസിൽ നിന്നും നടപടി നേരിട്ട ബിജു മാത്യൂസ് എന്ന കൗൺസിലർ പറഞ്ഞത്, ഇത് DCC പ്രസിഡന്റ് നാട്ടകം സുരേഷിന് എതിരെയുള്ള ഒരു വിലയിരുത്തലും കൂടെ അല്ലെങ്കിൽ ഒരു വിധിയെഴുത്തും കൂടിയാണ്. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു കൗൺസിലറെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ട് വരികയായിരുന്നെങ്കിൽ ഈ പ്രതിസന്ധിയൊന്നും ഉണ്ടാകുകയുണ്ടായിരുന്നില്ല. എന്നാൽ വിജയിക്കുമെന്ന് ഉറപ്പുള്ള സ്ഥാനത്ത് സ്വതന്ത്ര മുന്നണിക്ക് സീറ്റ് നൽകുകയും എന്നാൽ പരാജയപ്പെടുമെന്ന ഒരു സാഹചര്യം ഉറപ്പുള്ള ഒരു സമയത്ത് കോൺഗ്രസിൻ്റെ കൗൺസിലറെ തന്നെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുകയും ചെയ്ത നാട്ടകം സുരേഷിൻ്റെ തീരുമാനത്തിനേറ്റ ഒരു തിരിച്ചടിയാണ് ഇത് എന്നാണ് ബിജു മാത്യൂസ് പറഞ്ഞത്. അപ്പോൾ ഇത് പാലായിലെ കോൺഗ്രസ്സുകാരുടെ വികാരം മാനിക്കാതെയുള്ള ഒരു നടപടിയായിരുന്നു ജില്ലാ കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ പാലായിൽ സ്വീകരിച്ചത്. അതിനേറ്റ ഒരു തിരിച്ചടിയാണ്. ഇനിയെങ്കിലും പാലായിലെ യഥാർത്ഥ കോൺഗ്രസ്സുകാരുടെ വികാരം മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നാട്ടകം സുരേഷ് എന്ന DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം തയ്യാറാകണമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ബിജു മാത്യൂസ് മുന്നോട്ട് വെച്ചു. ഏതായാലും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ് ഈ പാലായിലെ ഇന്നത്തെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഒരു നേട്ടമായി മാറിയിരിക്കുന്നത്. 8 മാസത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം കേരള കോൺഗ്രസ് എമ്മിന് പങ്കാളിത്തമുള്ള
അല്ലെങ്കിൽ ഒരു പിന്തുണയുള്ള അവർക്ക് കൂടി പങ്കാളിത്തമുള്ള ഒരു ഭരണസമിതി പാലായിൽ വീണ്ടും അധികാരത്തിലേക്ക് വരുന്നു. പതിറ്റാണ്ടുകളായി പാലായിൽ അധികാരം കൈയാളിയിരുന്നത് കേരള കോൺഗ്രസ് എമ്മും കേരള കോൺഗ്രസ് എം നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയുമായിരുന്നു. അവർ UDF ഉണ്ടായിരുന്നപ്പോഴും പിന്നീട് LDF-ലേക്ക് വന്നപ്പോഴും പാലായിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാലായിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി അത് കേരള കോൺഗ്രസ് എം തന്നെയായിരുന്നു. 10 പേരായിരുന്നു കേരള കോൺഗ്രസ് എമ്മിനുണ്ടായിരുന്നത്. പിന്നീട് ഏറ്റവും കൂടുതൽ കൗൺസിലർമാരെ ലഭിച്ചത് കോൺഗ്രസിനായിരുന്നു, 6 പേര്. എന്നാൽ വളരെ അവിചാരിതമായ നീക്കങ്ങളിലൂടെ UDF ഇവിടെ ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. സ്വതന്ത്ര മുന്നണി എന്ന രീതിയിൽ മത്സരിച്ച പുളിക്കക്കണ്ടം ഫാമിലിയെ ഒപ്പം ചേർത്തുകൊണ്ടാണ് UDF ഇവിടെ ഭരണം പിടിച്ചെടുത്തത്. അത് പിന്നീട് അതിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. കോൺഗ്രസിൽ നിന്നും വലിയ രീതിയിലുള്ള എതിർപ്പ് സ്വതന്ത്ര കൂട്ടായ്മയ്ക്കെതിരെ ഉണ്ടാവുകയും അവിശ്വാസത്തിലൂടെ സ്വതന്ത്ര കൂട്ടായ്മയുടെ ചെയർപേഴ്സണായ ദിയ ബിനു പുളിക്കക്കണ്ടം, അത് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 21 വയസ്സുകാരിയായ ദിയ ബിനു അവിശ്വാസത്തിലൂടെ പുറത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ഇന്ന് നടന്ന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കോൺഗ്രസ് വിമതയായി മത്സരിച്ച് ജയിച്ചു വന്ന 19-ാം വാർഡിൽ നിന്നും വിജയിച്ചു വന്ന മായ രാഹുൽ വീണ്ടും ചെയർപേഴ്സണായി. മായയ്ക്ക് കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് മായ അവിടെ റിബലായി മത്സരിക്കുകയും 19-ാം വാർഡിൽ റിബലായി മത്സരിക്കുകയും വിജയിച്ചു വരികയുമായിരുന്നു. കോൺഗ്രസിന്റെ നേതാവായ സതീഷ് തൊള്ളാനിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മായ രാഹുൽ വിജയിച്ചു വന്നത്. ആ മായ രാഹുലിനെ തന്നെ ഇത്തവണ മായ രാഹുലിന്റെ കൈകളിലേക്ക് ചെയർപേഴ്സൺ സ്ഥാനം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ തിരിച്ചടി തന്നെയാണ് പാലായിൽ ഉണ്ടായിരിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അനിശ്ചിതത്വങ്ങളൊക്കെ നീങ്ങി പാലായുടെ ഭരണം കോൺഗ്രസ് വിമതയായ മായ രാഹുൽ എന്ന ചെയർപേഴ്സണിലേക്ക് എത്തിച്ചേർന്നു. അതേസമയം ഇപ്പോൾ ഒരു ഒഴിവ് വരുന്നു. വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്ത് ഒരു ഒഴിവ് വന്നിരിക്കുന്നു. അതിൽ ഇനി തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ആ ഒരു ഘട്ടത്തിൽ എന്തൊക്കെ രാഷ്ട്രീയ നീക്കങ്ങൾ ഇനി നടക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മായ. ശരി, പാലാ നഗരസഭയിൽ നിന്ന് പ്രശാന്ത് ജോസഫാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മായ രാഹുൽ പാലാ നഗരസഭാ ചെയർപേഴ്സൺ ആയിരിക്കുന്നു. 16 വോട്ടുകൾ നേടിയാണ് മായ കസേര വലിച്ചിട്ടിരുന്നത്.